ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ്ട വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം ഞങ്ങളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അയ്യോ, മുടി പെണ്ണേ, നമുക്ക് മുടി ഭയങ്കര ഇഷ്ടാട്ടോ. മുടി ഇരുന്നൊക്കെ കണ്ടാൽ കരയാണെങ്കിലും ഇങ്ങനെ നോക്കിയിരുന്നോളൂ, എന്നിട്ട് ഇങ്ങനെ ചിരിക്കിടക്കൊക്കെ അല്ലേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ എണീറ്റിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ അല്ലേ. ഞങ്ങൾ രാവിലെ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇടയ്ക്ക് എണീക്കും കേട്ടോ. വിശന്നാൽ എണീക്കും, പിന്നെ മൂത്രമൊഴിച്ചാൽ എണീക്കും. അങ്ങനെ മാത്രമേ ഞങ്ങൾ കാര്യമുള്ളൂ. വിശക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും മാത്രമേ ഞങ്ങൾ കാര്യമുള്ളൂ അല്ലേ. അല്ലാത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കളിക്കും, പിന്നെ കുറച്ച് നേരം ഉറങ്ങും. പിന്നെ ഞങ്ങൾ എടുത്ത് നടക്കണം. ഇങ്ങനെ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളിങ്ങനെ കുത്തനെ തന്നെ എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ. എടുത്ത് നിൽക്കാൻ പാടില്ല, എടുത്ത് ഇങ്ങനെ നടക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കണം, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കളിക്കും കേട്ടോ. എന്നിട്ടൊക്കെ ഞങ്ങൾ എണീക്കുള്ളൂ അല്ലേ. അമ്മ പോയി എണീറ്റ് പാലും മുട്ടയൊക്കെ കഴിച്ച് വന്നു. പാല് കുടിച്ചു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കിടന്ന് കളിക്കും കേട്ടോ. അയ്യോ, കാറ്റെടുത്താളൂ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് വരേ. പിന്നെ ഇന്ന് അച്ചച്ചൻ്റെ ശാരദാണ് കേട്ടോ. അപ്പം അച്ഛനും അച്ഛമ്മയും ബലിയിടാൻ വേണ്ടിയിട്ട് വരയ്ക്കൽ പോയതാണ്. ഓക്കെ, ഇവിടെ അച്ഛമ്മയും അച്ഛമ്മേൻ്റെ സിസ്റ്ററുണ്ട്. ഞങ്ങൾ അച്ഛമ്മ തന്നെ വിളിക്കുന്നത്. അപ്പം 2 അച്ഛമ്മമാരും ഇവിടെ ഉണ്ട്. 24-ാം തീയതി കർക്കിടക വാവല്ലേ, അത് കഴിഞ്ഞിട്ടേക്കും പോകുന്നുണ്ടാവുള്ളൂ. അവരവരിവിടെ ഉണ്ടാവും അല്ലേ. കുട്ടീൻ്റെ മുത്തശ്ശിമാർ ഇവിടെ ഉണ്ടാവും മകനെ കളിപ്പിച്ചാന്. അവിടെ അയ്യോ, ഞങ്ങൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ വീണ്ടും ഉറങ്ങും കേട്ടോ ഗൈസ്. അപ്പം ശരി, കാച്ചിൽ വരുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണുക വേണം. അയ്യോ ഇല്ല, എന്നാൽ ശരി ഗൈസ്, ഞങ്ങൾ പിന്നെ വരാം. ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങിയാൽ പിന്നെ ഞാൻ പോയി കുളിച്ച് മാറ്റിയിട്ടൊക്കെ വരാം. ഈ സമയത്ത് ഉറങ്ങാൻ പറ്റുള്ളൂ, കുളിക്കാൻ പറ്റുള്ളൂ. അവൾ ഉറങ്ങുന്ന സമയത്താണ് പണികളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പം പോയി കുളിച്ച് മാറ്റി ചായക്ക് കുടിക്കട്ടെ. പാലും പഴം പോട്ടെ മാത്രമേ കഴിച്ച് രാവിലെ. സമയം ഇപ്പോൾ 10 മണി. ഓക്കെ, ഹലോ. അപ്പോൾ കുളി കഴിഞ്ഞ് അടിച്ച് കയറി. പിന്നെ ഇവിടെ കുറച്ച് തുണി തിരുമ്പാണ്ടെങ്കിൽ ഇവള് രാത്രി മൂത്രമൊഴിക്കുന്ന തുണികളൊക്കെ ഉണ്ടാവില്ലേ, അത് ഇവൾക്ക് ഡൈപ്പർ അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ ഡൈപ്പർ. അല്ലാത്തപ്പോൾ സാധാ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാണ്ടിരുന്നു. അതെങ്ങനെയാണ് തിരുമ്പലെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നത്, എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ തന്നെ ആഡാക്കാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാം. ഓക്കെ, അപ്പം കുളിച്ച് അടിച്ചു കയറി, അത് തിരുമ്പി പിന്നെ കുളിച്ച് ഇപ്പം വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ട് തിരുമ്പാൻ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഏകദേശം 11 മണി. 5 ഫാസ്റ്റ് കേട്ടോ. 11 മണിയായി ഇപ്പോൾ സമയം. ഇപ്പോഴും ഉറങ്ങാം. ശരി, ഇവിടെ നല്ല ഉറക്കം. ഇനി അത്രേ ഉള്ളൂ. അപ്പം എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അവർ വരണം, അവർ വന്നിട്ട് 10 പരിപാടി കളിക്കും. നമ്മുടെ വീഡിയോ അറിയാം പുതിയതായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനി എന്താ വെറുതെ ഫോണൊക്കെ നോക്കട്ടെ. ഫോൺ നോക്കിയിട്ടില്ല, ഫോണൊക്കെ നോക്കി. അപ്പോൾ ഓക്കെ, ഞാൻ അവർ വന്നിട്ട് കാണാം. പിന്നെ നമ്മൾ 28 കുറേ പേര് ചോദിച്ചത് എന്താ ഡിലീറ്റ് ആക്കുന്നത്. 28 കാര്യമായിട്ട് ഞങ്ങളവിടെ 28 അങ്ങനെ കഴിക്കാനൊന്നുമില്ല. ജസ്റ്റ് സാധാ ഉറങ്ങി നിൽക്കുന്ന പോലെ എണീറ്റ് കുളിച്ച് വന്നിട്ട് കൺമശി കരി എഴുതുന്ന പോലെ കൺമശിയിൽ പുഴുകേരി കണ്ണെഴുതി കൊടുത്തു. പിന്നെ കത്ത ചരട് കിട്ടും, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് അങ്ങനെ പരിപാടിയായിട്ട് അങ്ങനെ കഴിക്കുന്നില്ല, അങ്ങനെ ചടങ്ങൊന്നുമില്ല ഇവിടെ. ഓക്കെ, നൂലുകെട്ട് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ എന്താ എന്തെങ്കിലും പറയാം 90 പാലുടീൻ്റെ അന്നാണ്
സ്വർണ്ണടിക്കലും ആരെങ്കിലും കെട്ടുന്നൊക്കെ അതൊക്കെ 90 തന്നെ. അപ്പോൾ 28-ന് 90-നൊന്നും അച്ഛൻ വരുന്നില്ല കേട്ടോ. അച്ഛൻ ഒക്ടോബറിലൊക്കെ വരാം, ചോറുകൊണ്ട സമയത്താണ് ഇവളുടെ അച്ഛൻ വരാം അങ്ങനെ. അപ്പോൾ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ 28-ൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് 2 വീക്സ് വരാം. 2 വീക്സിന് 6 വീക്സിനും എന്തോ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പം രാവിലെ തന്നെ കുടിച്ച് കൺമിഷ് എഴുതി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. 28-ൻ്റെ അന്നും ഹോസ്പിറ്റലിൽ തറവാട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി 90 വരുന്നത്, 90 ഓഗസ്റ്റ് 14-നാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കർക്കിടക ആയതുകൊണ്ട് കർക്കിടകത്തിൽ കൂട്ടിക്കൊണ്ടുപോകില്ലല്ലോ. അപ്പം എന്താ കർക്കിടകം കഴിയുന്നത് ഓഗസ്റ്റ് 17-നല്ലേ, അല്ല 16-ന്. ഇനി ചിങ്ങമൊന്നും 17-ന് തുടങ്ങില്ലേ. അപ്പം 17-നാണ് ഇവർക്ക് 3rd മന്ത്, 3 മാസമാവുക. അപ്പം അന്നായിരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതാവുക. തീരുമാനിച്ചില്ല. അപ്പം അടുത്ത എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അവർ വന്നു. കൊണ്ടില്ല കുറച്ച് പച്ചക്കറികളാട്ടോ ഇന്നത്തേക്കും. പിന്നെ മറ്റന്നാളും കർക്കിടകത്തില്ലേ, അപ്പം വെച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പാറും സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പച്ചക്കറി വാങ്ങി വന്നാട്ടോ. അപ്പോൾ അച്ഛൻ തേങ്ങ രാഗി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വരുമ്പോൾ പ്രസാദം കൊണ്ടുവന്നിരുന്നു. ബലി തേങ്ങ പ്രസാദം, പിന്നെ പുഷ്പാഞ്ജലിയൊക്കെ അടിച്ചതിൻ്റെ പ്രസാദം, അങ്ങനെ കുറച്ച് പ്രസാദങ്ങളൊക്കെ വെച്ച് പിന്നെ മാറ്റാതെ എല്ലാം കുക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചപ്പോൾ 12:30 1:30 ആകുമ്പം അച്ഛൻ്റെ ഡ്യൂട്ടിക്ക് പോകണം. 1:30 പണി ചെയ്യണം. അപ്പോൾ 1:30 എന്നിട്ട് പോകും. അപ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവളിപ്പോൾ 1.5 മാസമായപ്പോൾ തന്നെ ഞങ്ങൾ കാലുമ്മലിരുത്തി മൂത്രയിപ്പിക്കലൊക്കെ ഉണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറുപ്പത്തിലേ അതിനോട് ഞാൻ ചോദിച്ചു ഒറ്റ മഞ്ഞൾക്ക് മാറി ഒറ്റ എങ്ങനെ പറയാ ഒരു വിരല് പൊതിച്ച് കാച്ചെടുക്കും, ഒരു വിരല് പൊതിച്ച് കാച്ചെടുക്കും ഒറ്റ പറഞ്ഞോട്ടെ അങ്ങനെ പറയില്ല. അങ്ങനെ ഒറ്റ അങ്ങനെ ഓ അമ്മ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് മരുന്ന് കേട്ടോ. ഡ്രസ്സ് ഞങ്ങൾ കുടിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഞങ്ങൾ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ കുടിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങൾ കുടിക്കാൻ പോകാൻ. അപ്പോൾ ശരി, കുടിച്ചിട്ട് വരാം. ഞങ്ങൾ കുടിച്ചു വന്നു. നിങ്ങൾ ഊടിപ്പിടാൻ പോവാണ്. ഇങ്ങനെ കണ്ടോളി. ഇപ്പൊ ഞങ്ങൾ ആള് മാറും. ഞങ്ങൾ കുടിച്ച് റെഡിയായി. സുന്ദരിക്കുട്ടിയായി. സുന്ദരിക്കുട്ടിയായി. ആരാണത് പോട്ടത്തിൽ ആരാണ്? ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നു കേട്ടോ. തെരണ്ടിക്കറിയും കോവക്കോപ്പേരിയും ചിക്കൻ പാർട്സും പിന്നെ വേറെ എന്തോ ഒരു മീൻകറിയും കൂടി ഉണ്ടായിരുന്നു. പേര് പറഞ്ഞു. ആ മീൻകറിയും അപ്പോൾ ഞങ്ങൾ ചോറിന് ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഞങ്ങൾ കഴിക്കാട്ടോ ചെയ്തത്. അപ്പോൾ വെച്ചെടുക്കുക രാത്രിയാണ്. ഞാൻ ഇവിടെ കുളിച്ച പാടനെ ഉറങ്ങിയിട്ടോ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞേരെ കൺമിഷൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ് കഥ. ഇനി ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ അമ്മ അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് വന്നപ്പോഴേക്കും ചായ കുടിക്കുക കേട്ടോ. എല്ലാവരും ടി വിയിലാണെങ്കിൽ എൻ്റെ വ്ളോഗ് ഇവരെല്ലാവരും കൂടി വെച്ച് കാണുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞിപ്പൻ എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവർ ചായ, ഞാൻ പാല് കുടിച്ചത്. അത് കുടിച്ച് കഴിഞ്ഞാൽ അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ടോ. കുഞ്ഞിപ്പന്നിന് കളിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കിടക്കും. അങ്ങനെ സമയം പോകും. അപ്പോഴത്തേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 8:30 ആയിട്ടുണ്ട്. 9 മണി. 8:30 15 9 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെച്ചെടുക്കാൻ പോവാണ്. ഒരാളിത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെതാ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്നുണ്ട്. അവൾക്ക് തിരിയിടാൻ പോകുന്നു.
എല്ലാവരും കൈയും കാലും മുഖം കഴുകാൻ പോയതാട്ടോ. ഓക്കെ, ഞാൻ പിടിക്കേ, ഇങ്ങനെ ചേച്ചി പിടിക്കേ പോണേ. അത് ഞാൻ വ്ളോഗ് എടുത്തതാ. അപ്പോൾ അപ്പോട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേരം കുറച്ച് സംസാരിച്ച് കഴിഞ്ഞേരം ഇതാ വെച്ച് കൊടുക്കാൻ തുടങ്ങാൻ പോകട്ടോ. വിളക്കൊക്കെ കത്തിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞില കാക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അരിയും പൂവും കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് ഇട്ടു ഇലേൻ്റെ മേലെ. അതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയിരിക്കും. കാക്കക്കുള്ള ഇല ഒരു തിരി കത്തിച്ചിട്ട് പുറത്ത് വെക്കും കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നു 10 മണിക്കാണോ വെച്ച് കൊടുക്കുന്നതെന്ന്. അത് അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അതിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? അച്ഛൻ്റെ ശാരദല്ലേ, അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കൽ പൊതുവെ. അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് വെച്ചത് കേട്ടോ. അവരെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വെച്ചെടുക്കാനായിട്ടില്ല. അപ്പോൾ ഞങ്ങളിത് അവിടെ ഇരിക്കുന്നു, ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇല്ല, ഒക്കെ ഇങ്ങനെ എടുത്ത് നടക്കണം. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല, അത് ചിരിച്ചെടുക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ കുത്താൻ എടുത്തിട്ട് നടക്കുന്നതാണ് ഒക്കെ ഇഷ്ടം അല്ലേ. അവിടെ കിടക്കാം. ശരി കേട്ടോ ഗൈസ്. ഓ കുട്ടി എവിടെ? അയ്യോ ഇങ്ങോട്ട് കൊണ്ടല്ലേ അമ്മന്റെ കുട്ടി. അയ്യോ അമ്മമ്മന്റെ മോനെ. അയ്യോ ഇങ്ങോട്ട് വന്നാണി. അയ്യോ അമ്മമ്മന്റെ കുട്ടി. അമ്മേ കുട്ടി അതിന് മാത്രമൊന്നും വലുതായിട്ടില്ല. ഞങ്ങൾ എടുക്കുവന്നെ. അപ്പൊ ഇങ്ങനെ നീച്ചാ മതി. എങ്ങോട്ടാ നിക്കാൻ പോണത്? അയ്യോ സങ്കടം. എന്റെ കുട്ടിക്ക് സങ്കടം. എന്റെ കുട്ടിക്ക് സങ്കടം വരുന്നുണ്ടല്ലോ. സങ്കടം എങ്ങനെ സങ്കടം? സങ്കടം കാണിക്ക്. എങ്ങനെ സങ്കടം മോളെ? നോക്ക് സങ്കടമുണ്ടോ? അയ്യോ അമ്മ ഫോണായിട്ട് വരുന്നുണ്ട്. മോളെ ഇങ്ങോട്ട് നോക്കേ. നാണിക്കുട്ടി സങ്കടം എങ്ങനെയാ? ഫാനിലാണ് നോക്കുന്നത്. ഫാനിനോട് എന്താ സംസാരിക്കില്ലേ? നാണിക്കുട്ടി സങ്കടം എങ്ങനെയാ വരാ? അയ്യോ ഞാൻ ചോദിക്കട്ടെ, കുട്ടീനെ എങ്ങനെ സൂചി വെച്ചിനൊന്നു? എങ്ങനെ സൂചി വെച്ചു? നീച്ചു പോകാനാ? അങ്ങനെ നീച്ചു പോകാൻ പറ്റില്ല. വലുതാവണ്ടേ, വലുതാവണം. ഇവിടെ നീച്ചു പോവേ. പൊക്കോടെ നീച്ചു പൊക്കോടെ. കുട്ടി നീച്ചു പൊക്കോടെ. കണ്ടോ കണ്ടില്ല, കേട്ടു കേട്ടില്ല. കൊച്ചുകുമ്പടിയായി ഓമനക്ക് നേരം. വരികളൊക്കെ തെറ്റായിരിക്കും. ഞങ്ങള് പാട്ടുപാടാണേ. ചക്കര മുത്താണ് അമ്മമ്മ പൊണ്ണാണ്. ചക്കര മോളാണ് അമ്മമ്മന്റെ കട്ടയാണ്. സ്വർണ്ണ കട്ടിയാണ് അമ്മമ്മന്റെ നിധിയാണ്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറേ കരയല്ലേ സുന്ദരി മോള് സ്വർഗത്തിലല്ലേ. ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് നീ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാതിൽ മുട്ടി തുറക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാം ഇളക്കി ഭക്ഷണം കഴിക്കും. പപ്പ മേലെ പോയി ആറിയിടാനില്ല ടെസ്റ്റ്. അപ്പോൾ അങ്ങോട്ട് പോയി ഒരാള് ഇങ്ങോട്ട് ഇന്ത്യ നോക്കുന്നുണ്ട്. സമയം 11:30. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് അടിച്ചേരി തുടച്ചതിലേക്ക് കവതാ കിടക്കുന്നു. പിന്നെ ഉറങ്ങി ഡ്രസ്സൊക്കെ ആക്കാൻ അതൊക്കെ ആറിയിട്ട് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവാണ്. ഞങ്ങൾ മേലെയാട്ടോ കിടക്കല്, മേലത്തെ റൂമിലാണ് കിടക്കല്. രാവിലെ വന്നിട്ടാണ് താഴത്ത് തൊട്ടിൽ കിടക്കുന്നത്. അതിന് രാത്രി നമ്മൾ മേലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye. Nice. Good night. Good night, guys. Good night, Good night. Good night, guys. Good night. Yo. Good night. ഹലോ ഗൈസ്, 12 മണി. അവൾ ഉറങ്ങിയില്ല. അവൾ ഉറങ്ങാത്തതുകൊണ്ട് അവളെ കൊണ്ട് അങ്ങോട്ട് പോയി. അച്ഛനാണ് ഇവിടെ ആട്ടോ ഞങ്ങൾ കിടക്കല്. പാടി അതിന് വഴി കൊതുവാലുണ്ട്. തൊട്ടിലുണ്ട്, പക്ഷേ രാത്രി ഞാൻ തൊട്ടിലില്ല. കിടക്കില്ല കിടത്തൽ. ചില ദിവസം ഒരു ദിവസം ഞാനില്ല കിടന്നു. അമ്മയെ ഒപ്പിക്കുട്ടന്മാർ വന്നാൽ ഞങ്ങൾ എന്താക്കും? മൂത്ര വെച്ച് ഞങ്ങൾ എന്താക്കും? ഒപ്പിക്കുട്ടന്മാർ വന്നാൽ എന്താക്കും? ഷീറ്റ് കൊണ്ട വേഗം. ഷീറ്റ് വേഗം കൊണ്ട. കൊതുവല നീ എവിടെയോ എത്തിച്ച് ഇവിടെയുള്ള കൊതുവലേ
ഫുൾ നീങ്ങി നീങ്ങി തലേൻ്റെ ചവിട്ടിയിട്ട്